സിമിയാമി പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഒരിക്കൽ ഞാനും മോളും കൂടി ഷാർജയിലെ പ്ലാനറ്റേറിയം കാണാൻ പോയതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ മോള് നാട്ടിൽ നിന്ന് വന്നപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ പ്ലാനറ്റേറിയം കാണാൻ പോയത്. ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വലിയ ആവേശത്തിലാണ് ഞാൻ വീഡിയോ ഒക്കെ അന്ന് എടുത്തത്. പക്ഷേ എനിക്ക് ആ സമയത്ത് ഇത് നടന്നില്ല. പിന്നെ അതിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നു പോവുകയും ചെയ്തു. 2015 ഇത് തുടങ്ങുമ്പോൾ ടിക്കറ്റ് റേറ്റ് വെറും 5 ദർഹമാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 50 ദർഹമായി. ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ ഇതിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഒരു ആളിൽ നിന്ന് സംസാരിച്ചില്ലേ, അവിടെ നമുക്കൊരു സിനിമ കാണാൻ പറ്റും, ഒരു 3D മൂവി. അതെന്തൊക്കെയാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല, ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് തലയൊക്കെ കറങ്ങുന്ന പോലെ തോന്നും. അവിടുന്ന് വല്ല വിധേനെ ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ അവിടുന്ന് വന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ സയൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും എനിക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റുള്ള സാധനങ്ങളല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിലൊന്നും അങ്ങനെ തൊടാനും പിടിക്കാനും ഒന്നും പോയില്ല. മോൾക്ക് സയൻസുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നത് കൊണ്ട് അവൾ ഇതിൽ എന്തൊക്കെയോ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് എല്ലാം ഉപയോഗിച്ചും പ്രവർത്തിപ്പിച്ചും ഒക്കെ നോക്കാമെന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ ഒന്നും തൊടാനൊന്നും സമ്മതിക്കില്ല. പക്ഷേ ഇവിടെ നമുക്ക് എല്ലായിടത്തും തൊടാനും പിടിക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനും എല്ലാം പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന സാധനങ്ങളുടെ ഉള്ളിലൊക്കെ കയറാൻ എല്ലാത്തിനും ഉള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ സാധനങ്ങളും എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, അങ്ങനെയുള്ള വിവരണങ്ങളും അവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ വലിയൊരു കാര്യം, ഇവിടെ ഒരു ഗൈഡ് ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ ഗൈഡിനെ ഒന്നും അന്വേഷിച്ചില്ല. അവിടെ അങ്ങനെ ആരെയും ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷേ മറ്റുള്ള ആൾക്കാരോടൊപ്പം ഉണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് സയൻസിനോട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഞാനിതൊന്നും വായിക്കാനും എടുക്കാനും ഒന്നും നിന്നില്ല. പക്ഷേ ഇവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും ശരിക്കും ഇതൊക്കെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാനും പ്രവർത്തിപ്പിച്ച് നോക്കാനും ഒക്കെ കഴിയുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും നോക്കിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുക എന്നതിൽ മാത്രമേ ഫോക്കസ് ചെയ്തോളൂ. ഇത് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ മുവേല ഭാഗത്തേക്ക് താമസം മാറിയിട്ടുണ്ടായിരുന്നില്ല. പകരം ഞാൻ മറ്റൊരു സ്കൂളിൽ ആണ് വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഇതിനെ കാണുമായിരുന്നു. അന്നേ കരുതിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒന്ന് പോകണം, ഇവിടെ എന്താണെന്ന് കാണണം എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കരുതിയിട്ടാണ് ഇവിടെ പോകാനായിട്ട് വിചാരിച്ചത്. അതുപോലെ തന്നെ വീഡിയോ എടുത്ത എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞു തരണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളായിപ്പോയി. അത് മാത്രമല്ല, ഈ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതിലെ പല കാര്യങ്ങളും മറന്നും പോയി. ഈ കാണുന്നത് സ്പേസ് സ്റ്റേഷനാണ്. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇത് എടുക്കുമ്പോൾ ഉള്ള ആ ഒരു സൗണ്ടും ആ ഒരു ഫീലിങ്സും ഒക്കെ കിട്ടും കേട്ടോ. നമുക്ക് അവിടെ കയറി ഇരുന്നൊക്കെ ഇതെല്ലാം കാണാനും പ്രവർത്തിപ്പിക്കാനും എല്ലാത്തിനും ഉള്ള പെർമിഷനുണ്ട്. അത് മൂവ് ചെയ്യുകയൊന്നുമില്ല, പക്ഷെ നമുക്ക് അതിനുള്ളിൽ കയറിയിരുന്ന എന്തോ ഒരു സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ കാണുന്ന ചെയേഴ്സിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അടിപൊളി ചെയേഴ്സുമാണ്. അത് വളരെയധികം ക്രമം തെറ്റാതെ ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ അടുക്കി വെച്ചിട്ടുമുണ്ട് കേട്ടോ. ആ ചെയേഴ്സ് അങ്ങനെ ഇട്ടിരിക്കുന്നത് അവിടെ മൂവി പ്രദർശനം ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അത് സ്പേസുമായിട്ട് സയൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മൂവീസാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് നമുക്ക് ഈ ഓരോ അളവിൽ നമ്മുടെ സൈസ് മാറ്റിയും തിരിച്ചും ഒക്കെ ഈ മിററിൽ കാണാൻ പറ്റും. അവിടെ നമ്മൾ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് കുറേ പ്രാവശ്യം നമ്മുടെ ഒരു ഷേപ്പും സൈസും ഒക്കെ മാറ്റിയൊക്കെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്ത ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ നമ്മൾ പണ്ട് പുസ്തകത്തിൽ പഠിച്ച സൗണ്ടും ലൈറ്റുമായിട്ടുള്ള ബന്ധം, പിന്നെ ഇങ്ങനെയൊക്കെ കാണുന്ന ഈ ലൈറ്റ് അതിൻ്റെ ദിശ മാറുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ശരിക്കും ചെയ്തൊക്കെ നോക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ സ്പേസിൽ നിന്ന് കൊണ്ടുവന്ന കല്ലൊക്കെ അവരിങ്ങനെ ഓരോന്നും സ്പെസിഫൈ ചെയ്ത് അതിൻ്റെ ഓരോ കാര്യങ്ങൾ എഴുതിയൊക്കെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനോടൊക്കെ ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് പോയി നിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കാനൊക്കെ ഉണ്ട്. ഞാനൊരു പ്ലാനറ്റേറിയത്തിലും പോയിട്ടില്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു പ്ലാനറ്റേറിയം തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് പോകണമെന്ന് വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്നു. അതും അന്ന് ടിക്കറ്റ് റേറ്റ് വളരെ കുറവുമായിരുന്നു. പക്ഷെ അന്നൊന്നും പോകാനേ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പോകണമെന്ന് കരുതിയ ഒരു സ്ഥലമായിരുന്നു ഇത്. അതുപോലെ വീഡിയോ എടുത്ത് എല്ലാം വിശദമായി തന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ കരുതിയതാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനും തുടങ്ങിയത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും മറന്നുപോയി. ആർക്കെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ പോയാൽ എന്തൊക്കെ കാണാനുണ്ടാകും എന്നറിയാനും ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പോണോ വേണ്ടേ എന്ന് തീരുമാനിക്കാം.
ഏറ്റവും വലിയൊരു പോസിറ്റീവായി ഞാൻ കണ്ടത് അവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് ഉപയോഗിച്ച് നോക്കാം എന്നുള്ളതായിരുന്നു. അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാനാണ് ഒന്നും ഉപയോഗിക്കാത്തത് കേട്ടോ. അവിടെ നിന്ന് ചെറിയ കുട്ടികളും വലിയ ആൾക്കാരൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ട് എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. മോളും നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കിതൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ അധികം ഒന്നും തൊടാനും പിടിക്കാനും ഒന്നും പോയില്ല. ഈ വീഡിയോയിൽ കണ്ടിന്യൂസ് സംസാരിച്ചു കൊണ്ടിരിക്കാനും കാര്യങ്ങൾ പറഞ്ഞു തരാനും എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഇത് കണ്ടു നോക്കൂ. ഈ വീഡിയോയിൽ മൊത്തത്തിൽ എനിക്ക് ഈ വീഡിയോയെ പറ്റി അങ്ങനെ കൂടുതലായിട്ടൊന്നും പറയാനില്ല കേട്ടോ. സ്പേസിൽ പോകുന്നവർ എന്താണ് കഴിക്കുന്നത്, അതെങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ്, പക്ഷേ ഇതിലെവിടെയോ മിസ്സായിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സ്ഥലമാണ് ഈ ഒരു പ്ലാനറ്റേറിയം. സയൻസ് ഒട്ടും തന്നെ ഇഷ്ടമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. സയൻസിൽ എനിക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളും ഉണ്ട്. പക്ഷേ ഈ ഒരു ഏരിയ ഒന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ, ഇത്തരം കാര്യങ്ങളോടൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണാൻ മറക്കരുത് കേട്ടോ. മുഴുവനുമായി കാണുക മാത്രമല്ല, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ആദ്യം കയറി എടുത്തൊരു 3D മൂവി കണ്ടു എന്ന് പറഞ്ഞില്ലേ, തലയൊക്കെ കറങ്ങി അവിടെ നിന്ന് വല്ല വിധേനയും ഇറങ്ങി വന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഭാഗത്ത് കാണിച്ചത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഈ ലോകം എങ്ങനെ ആയിരിക്കും എന്നാണ് കാണിച്ചത്. ശരിക്കും നമ്മൾ അതിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. ആ വിധത്തിലൊക്കെയുള്ള ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ ഇരുന്നിട്ട് ആകെ തലയൊക്കെ കറങ്ങി ആകെ എന്തോ പോലെയൊക്കെ തോന്നിയിട്ട് വൊമിറ്റ് ചെയ്യാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വല്ല വിധേനയുമായിരുന്നു അന്നേരം ഇറങ്ങിയത്. എനിക്കിത്തരം കാര്യങ്ങളൊന്നും അത്ര വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ചിലവാക്കിയ 50 ദിർഹം എനിക്കൊരു നഷ്ടമായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇതിനോടൊക്കെ അത്രയ്ക്കും ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഉപകാരപ്രദമായ ഒരു സ്ഥലം തന്നെയാണ്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും. ചെറിയ കുട്ടികൾക്ക് ഫീ ഇളവും ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ സ്പേസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള ഓരോ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും അതിൻ്റെ വർഷങ്ങളും അതുമായി ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റുകളുടെ ഡീറ്റെയിൽസും ഒക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂവീസൊക്കെ ഇറങ്ങിയ വർഷങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, പിന്നെ അവിടെ കാണിക്കുന്ന മൂവീസിൻ്റെ സമയം കാര്യങ്ങൾ ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും പോയി സയൻസുമായി ബന്ധപ്പെട്ട് അത് കാണാനും കേൾക്കാനും അത് പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു പ്ലാനറ്റേറിയം. ഇത് ഷാർജയിലെ യൂണിവേഴ്സിറ്റി റോഡിലാണുള്ളത്. ആർക്ക് വേണമെങ്കിലും പോകാം. ഇവിടെ ടൈമിംഗ് ഒക്കെ എത്രയാണെന്ന് വൈകിട്ട് 4:30 വരെയോ 4 വരെയോ കണ്ടാണ് ഇവിടുത്തെ ടൈം. അതെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് ശേഷം പോകാവുന്നതാണ്. സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുന്ന മുതിർന്ന കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു സ്ഥലം തന്നെയാണ് ഈ പ്ലാനറ്റേറിയം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്ക് ബായ്.